അമ്പലത്രയിലെ സ്നേഹവീട്ടിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. വെളിച്ചം എന്ന പേരിൽ കലാപരിപാടികളോടെ നടത്തിയ ദിനാചരണം കാഞ്ഞങ്ങാട് DDHH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. കിടപ്പിലായവർക്കും മാരകരോഗം ബാധിച്ചവർക്കും ഒറ്റപ്പെട്ടവർക്കും പാലിയേറ്റീവ് സാന്ത്വന ചികിത്സ അനിവാര്യമാണെന്നും കാഞ്ഞങ്ങാട് DDHH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ പറഞ്ഞു. അമ്പലത്ര സ്നേഹവീട്ടിൽ പാലിയേറ്റീവ് കെയർ സെന്റർ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായി അവർ. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മയുടെ നടത്താൻ സമൂഹം തയ്യാറാകണമെന്നും ഡോക്ടർ ഹർഷ ആഹ്വാനം ചെയ്തു. പഠന വൈകല്യം, ഓട്ടിസം, അതുപോലെ ബുദ്ധിമാന്ദ്യം ആയിരുന്നു എന്റെ വിഷയം. തീർച്ചയായിട്ടും അവിചാരിതമായാണ് ഞാൻ ഈ സ്നേഹവീട്ടിലേക്ക് എത്തിപ്പെട്ടതെങ്കിലും എന്തോ ദൈവം എന്നെ ഇവിടെ എത്തിച്ചതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ കുഞ്ഞു മക്കൾക്ക്, ഞാൻ ആദ്യമേ പറയുന്നു, കുഞ്ഞു മക്കൾക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ഇവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അത് എന്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു വാക്കാണ്. പരിപാടി സ്നേഹവീട് പാലിയേറ്റീവ് ചെയർമാൻ KP കൃഷ്ണൻ അധ്യക്ഷനായി. PS സരിത, ദനീസ അമ്പലത്ര, AVK മണിയാണി, JP വർഗീസ്, TAC സുരന്യ, ഗോകുൽ മോനാച്ച, ജോമിൻ, GDAL ജോർജ്, ബാറുഖൻ എന്നിവർ സംസാരിച്ചു. ജലീല ബ്ലാത്തൂരിന്റെയും മിന്നിലയുടെയും നേതൃത്വത്തിൽ സ്നേഹത്തിന്റെ ജീവനക്കാർ അവതരിപ്പിച്ച മൻകോ ഏറെ ആകർഷകമായി. കൂടാതെ ദിനാചരണത്തെ ആഘോഷഭരിതമാക്കി സ്നേഹവീട്ടിലെ കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ബ്യൂറോ പെരിയ.